ഇനി ജമാഅത്ത് നമസ്കാരം നോക്കുക. റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂൻ, അള്ളാഹും മലക്കുകളും സ്വലാത്ത് നേരുന്നു. മലക്കുകൾ സ്വലാത്ത് നേരുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടുകയാണ്. സഫിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി മലക്കുകൾ സ്വലാത്ത് നേരുന്നു എന്നാണ്. അതേപോലെ ഇദാ വാഫഖ തഅ്മീനഹു തഅ്മീനൽ മലായിക, ഇമാമിൻ്റെ ആമീനും മഅ്മൂമിൻ്റെ ആമീനും അതേപോലെ മലക്കുകളുടെ ആമീനും ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുകയായി എന്നാണ്. ഇങ്ങനെ ഒരു ജമാഅത്ത് നമസ്കാരത്തിലൂടെ നമ്മൾ പറയും 27 ഇരട്ടി. അതിന് പുറമെ ഇങ്ങനെയുള്ള കുറേ മഹത്വങ്ങൾ, അതിലധികവും ഇസ്തിഗ്ഫാറാണ്, പാപമോചനത്തിന് വേണ്ടിയുള്ള അർത്ഥനയാണ് അതിൽ കടന്നു വരുന്നുണ്ട്. മലക്കുകൾ പോലും അങ്ങനെ നമസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നു പറയുമ്പോൾ ഈ നിസ്കാരത്തിൻ്റെ ഗൗരവവും മഹത്വവും നമ്മൾ മനസ്സിലാക്കണം ഇൻഷാ അല്ലാഹ്.